എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് മെയ് 20-ാം തീയതി വരെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ hsk.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വിദ്യാർത്ഥികളുടെ +1 ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് താല്പര്യമുള്ള സ്കൂളുകളിലേക്ക് മാത്രം ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ മാത്രം ഫസ്റ്റ് ഓപ്ഷനുകളായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം താല്പര്യമില്ലാത്ത കോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ വഴി സ്കൂൾ മാറാനുള്ള അവസരം കുറവായിരിക്കും. എല്ലാവർക്കും ട്രാൻസ്ഫർ കിട്ടണം എന്നുള്ളതിന് യാതൊരുവിധ ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ മാത്രം ഓപ്ഷനുകളായിട്ട് ഉൾപ്പെടുത്തുക. കാരണം ഈ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടാൻ സാധ്യതയില്ലാത്തതാണ്. കാരണം ഒരു സ്കൂളിൽ എത്രത്തോളം സീറ്റ് വാക്കൻസി ഉണ്ട്, അതുപോലെ തന്നെ എത്ര വിദ്യാർത്ഥികൾ ആ ഒരു സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എത്ര വിദ്യാർത്ഥികൾ ഈ ഒരു ട്രാൻസ്ഫറിനായിട്ട് പല സ്കൂളുകളിൽ നിന്നും ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നുണ്ട്, ഇതൊക്കെ അനുസരിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടും. അതുപോലെ നിങ്ങൾ ഓപ്ഷൻ ട്രാൻസ്ഫറിനായിട്ട് നൽകുന്ന ഓപ്ഷനുകളും പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ +1 അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾ താല്പര്യമുള്ള കോഴ്സുകളിലേക്കും സ്കൂളുകളിലേക്കും മാത്രം ഓപ്ഷൻസ് കൊടുക്കുക. അതായത് ഞാൻ ജസ്റ്റ് ഉദാഹരണം പറഞ്ഞു തരാം. അപ്പോൾ എനിക്കിപ്പോൾ പഠിക്കാനുള്ളത് ബയോളജി സയൻസ് ആണ് പഠിക്കാൻ താല്പര്യമെന്ന് വിചാരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ കൊമേഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് വിചാരിക്കുക. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ താല്പര്യമുണ്ട്, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ താല്പര്യമുണ്ട്. എന്നാൽ എൻ്റെ കൂടുതൽ പ്രയോറിറ്റി ബയോളജിക്കാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ബയോളജി സയൻസിനാണ് എങ്കിൽ, അതായത് ബയോളജി സയൻസിൻ്റെ കോഡ് എന്ന് പറയുന്നത് ഒന്നാണ് ബയോളജി സയൻസിൻ്റെ കോഡ്. കൊമേഴ്സിൻ്റെതാണെങ്കിൽ 39 കമ്പ്യൂട്ടർ കൊമേഴ്സ്, അതുപോലെ 36 മുതൽ 39 വരെയുള്ള വിവിധ കൊമേഴ്സ് ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അതിൻ്റേത് 05 കമ്പ്യൂട്ടർ സയൻസിൻ്റേത്. ഹ്യൂമാനിറ്റീസിൻ്റേതാണെങ്കിൽ വിവിധ കോഡുകൾ ഹ്യൂമാനിറ്റീസിൻ്റേത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾ നൽകുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ബയോളജി സയൻസ് ആണെങ്കിൽ അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് എന്നിവ ഉണ്ടാവും. കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ കൊമേഴ്സ് ആണെങ്കിൽ അതിൽ അക്കൗണ്ടൻസി ഉണ്ടാവും, അതുപോലെ ബിസിനസ് സ്റ്റഡീസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ അതിൽ ഹിസ്റ്ററി ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഏതാണ് ബയോളജി സയൻസ്, ഏതാണ് കമ്പ്യൂട്ടർ സയൻസ്, ഏതാണ് കൊമേഴ്സ്, ഏതാണ് ഹ്യൂമാനിറ്റീസ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്നത്, എനിക്കിപ്പോൾ ബയോളജിക്കാണ് കൂടുതൽ പഠിക്കാനായിട്ട് താല്പര്യമുള്ളതെങ്കിൽ ഞാൻ നൽകുന്ന ആദ്യത്തെ കുറേ ഓപ്ഷൻസ് ബയോളജി സയൻസിൻ്റെ സ്കൂളുകളിലായിരിക്കും. അത് ബയോളജി സയൻസ് ആയിരിക്കും വിവിധ സ്കൂളുകളിലേക്ക് ഓപ്ഷൻസ് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ A എന്ന സ്കൂൾ, ABCD ഈ ഒരു രീതിയിൽ ഓരോ സ്കൂളുകളാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ അവിടെ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് A എന്ന സ്കൂളിൽ ബയോളജി സയൻസ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് എന്നിവ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ B എന്ന സ്കൂളിൽ ഞാൻ ബയോളജി സയൻസ് കൊടുക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷനായിട്ട് C എന്ന സ്കൂളിൽ ബയോളജി സയൻസ് കൊടുക്കും. നാലാമത്തെ ഓപ്ഷനായിട്ട് D എന്ന സ്കൂളിൽ ബയോളജി സയൻസ് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇത്രയും സ്കൂളിൽ ഓപ്ഷൻസ് കൊടുത്ത ശേഷം മാത്രമാണ്, അതായത് എനിക്കിപ്പോൾ A എന്ന സ്കൂളും B എന്ന സ്കൂളും C എന്ന സ്കൂളും D എന്ന സ്കൂളുമാണ് ഈ ഒരു പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ ആ ഒരു 4 സ്കൂളുകളിലേക്കും ഞാൻ ബയോളജി സയൻസ് ആണ് ഈ ഒരു ഓപ്ഷൻസായിട്ട് ഫസ്റ്റ് ഓപ്ഷനുകളായിട്ട് നൽകിയിട്ടുള്ളത്. പിന്നീട് എനിക്കിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണ് താല്പര്യം ഉള്ളതെങ്കിൽ ഞാനിപ്പോൾ നേരത്തെ ഉള്ളതുപോലെ തന്നെ A എന്ന സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കുന്നു, അതുപോലെ തന്നെ B എന്ന സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കുന്നു. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതായത് ഏത് കോഴ്സാണ് പഠിക്കാൻ താല്പര്യമുള്ളത് ആ ഒരു ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കോഴ്സ് ഓപ്ഷനുകൾ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള എല്ലാ സ്കൂളിലേക്കും ആ ഒരു കോഴ്സ് തന്നെ കൊടുക്കുകയും പിന്നീട് ആ ഒരു എല്ലാവിധ സ്കൂളിലേക്കും ആ ഒരു ആദ്യം വേണ്ട കോഴ്സ് ഓപ്ഷൻ കൊടുത്ത ശേഷം പിന്നീട് ആ ഒരു ആദ്യം മുതൽ നൽകിയുള്ള അതേ പ്രയോറിറ്റി ബേസിൽ തന്നെ പിന്നീട് ഈ ഒരു അടുത്ത കോഴ്സ് ഏതാണോ ആ ഒരു കോഴ്സിന് എല്ലാ സ്കൂളുകളിലേക്കും ഓപ്ഷൻ നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം എന്ന് പറയുന്നത്, ചില വിദ്യാർത്ഥികൾക്ക് ബയോളജി സയൻസ് ആയിരിക്കും പഠിക്കാൻ താല്പര്യം. അപ്പോൾ അവർ അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കഫേകൾ വഴിയോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഹ്യൂമാനിറ്റീസ് ഒക്കെ കൊണ്ടുപോയിട്ട് ഒന്നാമത്തെ ഓപ്ഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിലുള്ള പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ, അതായത് A എന്ന സ്കൂളിൽ നിങ്ങൾക്ക് ബയോളജി സയൻസ് ആണ് പഠിക്കാൻ താല്പര്യം, നിങ്ങൾ ഹ്യൂമാനിറ്റീസ് കൊടുത്തു. അതുപോലെ രണ്ടാമത്തെ ഓപ്ഷൻ B എന്ന സ്കൂളിൽ നിങ്ങൾ ഒരു ബയോളജി സയൻസ് കൊടുത്തു എന്ന് വിചാരിക്കുക, അതായത് ഫസ്റ്റ് ഓപ്ഷൻ ഹ്യൂമാനിറ്റീസ് കൊടുത്തു പോയി എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം എന്ന് പറയുന്നത് ബയോളജി സയൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ ഹ്യൂമാനിറ്റീസ് കൊടുക്കുന്നു, നിങ്ങൾക്ക് മികച്ച A+ഉം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഏതായാലും ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസിലേക്ക് തന്നെ ഫസ്റ്റ് ഓപ്ഷനിലേക്ക് തന്നെയാണ് അലോട്ട്മെൻറ്റ് കിട്ടുക. അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് ആദ്യം നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് തരാൻ പറ്റുമോ എന്ന് നോക്കും. അത് പറ്റില്ലെങ്കിൽ മാത്രമേ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്ന്, അതായത് നിങ്ങൾക്ക് തരാൻ പറ്റുമോ എന്നുള്ളത് സോഫ്റ്റ്വെയർ പരിശോധിക്കുകയുള്ളൂ. പിന്നീട് മാത്രമാണ് മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് തരുമോ എന്ന് പരിശോധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഓപ്ഷൻ തന്നെ ഹ്യൂമാനിറ്റീസിലാവുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ആ ഒരു സീറ്റിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് പിന്നീട് ട്രാൻസ്ഫറിനും അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കാതെ വരികയും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഓപ്ഷൻ ഓൾറെഡി നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളത് ഈ ഒരു കൊമേഴ്സ് അല്ല, അതായത് നിങ്ങൾക്കിപ്പോൾ ബയോളജി സയൻസ് ആണ് പഠിക്കാൻ താല്പര്യമുള്ളത് കൂടുതലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് ഏതാണോ അതനുസരിച്ച് വേണം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട്. ഏറ്റവും കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് ഏതാണോ ആ ഒരു കോഴ്സുള്ള എല്ലാ സ്കൂളിലേക്കും ആദ്യം ഓപ്ഷനുകൾ സമർപ്പിക്കുകയും, അതായത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്കൂളുകളിലേക്ക് ഓപ്ഷൻ സമർപ്പിക്കുകയും പിന്നീട് അടുത്ത പ്രയോറിറ്റി ഏത് കോഴ്സിനാണോ ആ ഒരു കോഴ്സ് നൽകുകയുമാണ് ചെയ്യേണ്ടത്.
അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിങ്ങൾ ഇപ്പോൾ ഓപ്ഷൻ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും അതായത് ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉൾപ്പെടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുവരെ ഓപ്ഷൻ നൽകാത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഓപ്ഷൻ നൽകുമ്പോൾ നിങ്ങൾക്ക് വേണ്ട കോഴ്സുകളായിരിക്കണം മുൻഗണന നൽകേണ്ടത്. കാരണം ഈ ഒരു സോഫ്റ്റ്വെയർ ചെക്ക് ചെയ്യുക, ആദ്യം ഒന്നാമത്തെ ഓപ്ഷൻ തരാൻ പറ്റുമോ, പിന്നീട് രണ്ടാമത്തെ ഓപ്ഷൻ തരാൻ പറ്റുമോ, മൂന്നാമത്തെ ഓപ്ഷൻ തരാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുക. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് തരാൻ പറ്റുക എങ്കിൽ ആ ഒരു ഹ്യൂമാനിറ്റീസിലേക്ക് തന്നെ പോയിട്ട് അലോട്ട്മെൻറ്റ് തരും. അതായത് ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് ആണ് കൊടുത്തതെങ്കിൽ അതിനനുസരിച്ച് ഒന്നാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും പിന്നീട് ഇതിന് താഴെയുള്ള മറ്റ് ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി റിമൂവ് ആവുകയും ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ഈ ഒരു പെർമനൻറ്റ് ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനും ഒന്നിന് താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനുകളാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷനും നേടാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് രണ്ടാമത്തെ ഓപ്ഷനോ മറ്റു ഓപ്ഷനുകളോ ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാൻ സാധിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് സ്കൂളുകളിൽ അഡ്മിഷൻ ആരംഭിക്കുക. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. ഇനി എന്താണ് ഈ ഒരു ട്രാൻസ്ഫർ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒന്നുകിൽ സ്കൂൾ മാറുന്നതിനോ, അല്ലെങ്കിൽ അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് മാറാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കൂളിലെ കോഴ്സും അതുപോലെ തന്നെ, അതായത് ഒരു സ്കൂളിൽ നിന്ന് ആ ഒരു സ്കൂളിലെ കോഴ്സും മാറാം, അതുപോലെ തന്നെ ആ ഒരു സ്കൂളും മാറാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വിവിധ തരത്തിലായിട്ട്, അതായത് ഓരോ വിദ്യാർത്ഥികൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഇപ്പോൾ എ എന്ന സ്കൂളിൽ നിന്ന് ഈ ഒരു ബി എന്ന സ്കൂളിലേക്ക് ട്രാൻസ്ഫറായി അപ്ലൈ ചെയ്തിട്ട് മാറാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു എ എന്ന സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് എ എന്ന സ്കൂളിലെ ഒരു കോഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അലോട്ട്മെൻറ്റ്. അപ്പോൾ ആ ഒരു കോഴ്സും വേണ്ട, ആ ഒരു സ്കൂളും വേണ്ട എങ്കിൽ ആ ഒരു മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് വേണ്ട, എന്നാൽ നിങ്ങൾക്ക് സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ്, അതായത് ഈ ഒരു എ എന്ന സ്കൂളിൽ നിന്നും മറ്റൊരു കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് മാറേണ്ടതെങ്കിൽ അങ്ങനെ മാറുന്നതിനും സാധിക്കും. അതായത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ട്രാൻസ്ഫർ വേണമെങ്കിലും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ തന്നെ പല വിധത്തിലുണ്ട്. അതായത് ഈ ഒരു ആദ്യത്തെ ട്രാൻസ്ഫറുകൾക്ക്, അതായത് ആദ്യത്തെ ഒന്നോ രണ്ടോ ട്രാൻസ്ഫറുകൾക്ക് വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല. എല്ലാവർക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്നത്, അതായത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് ഈ ഒരു ട്രാൻസ്ഫർ ഉണ്ടാവുള്ളൂ. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പിന്നീട് സ്കൂൾ അല്ലെങ്കിൽ കോഴ്സ് മാറുന്നതിനായിട്ടുള്ള അവസരം നൽകും. അപ്പോൾ ആദ്യത്തെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു സ്കൂൾ മാറ്റത്തിനും കോഴ്സ് മാറ്റത്തിനും വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടി ജോയിൻ ചെയ്യുന്ന സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു സെയിം സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്കോ, അതായത് മറ്റൊരു സ്കൂളിലേക്ക് കോഴ്സ് മാറാതെ മാറുന്നതിനോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്ക് കോഴ്സ് മാറ്റത്തോടു കൂടിയുള്ള ട്രാൻസ്ഫറിനൊക്കെ നിങ്ങൾക്ക് ഓപ്ഷനുകൾ സമർപ്പിക്കാൻ പറ്റും. അപ്പോൾ ഓരോ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഓപ്ഷൻസ് നൽകേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ആദ്യത്തെ ഫസ്റ്റ് ട്രാൻസ്ഫറിന് ശേഷം പിന്നീട് അടുത്ത സെക്കൻഡ് ട്രാൻസ്ഫറുകൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ സെക്കൻഡ് ട്രാൻസ്ഫറും ഇതേ സെയിം രീതിയിൽ തന്നെയുള്ള ട്രാൻസ്ഫർ ആയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്തും ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫറും അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല. പിന്നീട് വരുന്ന ട്രാൻസ്ഫറാണ് തേർഡ് ട്രാൻസ്ഫർ. തേർഡ് ട്രാൻസ്ഫറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു, അതായത് നിങ്ങൾക്ക് സെയിം സ്കൂൾ, നിങ്ങളുടെ സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്കുള്ള മാറ്റം, അതായത് കോഴ്സ് മാറാതെയുള്ള മാറ്റം, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിലെ കോഴ്സിൽ, അതായത് നിങ്ങൾക്ക് ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടി, അവിടെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോഴ്സും അതുപോലെ തന്നെ ആ ഒരു സ്കൂൾ മാറുന്നതിനായിട്ട്, അതായത് സ്കൂൾ മാറ്റം കോഴ്സ് മാറ്റം ഇവ രണ്ടും കൂടിയുള്ള ട്രാൻസ്ഫറിന് ആ ഒരു രീതിയിൽ ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന അതായത് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റുകളിൽ തേർഡ് അലോട്ട്മെൻറ്റ് സമയം വരെ നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയത്, ആ ഒരു സെയിം സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ച കോഴ്സ് മാറ്റുന്നതിനായിട്ട്, അതായത് കോഴ്സ് മാത്രം മാറുന്നതിനായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു 3 തരത്തിലുള്ള ഓപ്ഷൻ നൽകുന്ന ആ ഒരു രീതിയും നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് വെക്കാൻ പറ്റുന്ന ജില്ലാ സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ ആണ് അടുത്ത മൂന്നാമത്തെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ ട്രാൻസ്ഫറിൽ മാത്രമാണ് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫർ എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും ട്രാൻസ്ഫർ കിട്ടുമെന്നുള്ളതിന് പ്രത്യേകിച്ച് ഉറപ്പൊന്നുമില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറിയിൽ നിന്നും ഹയർ സെക്കൻഡറിയിലേക്ക് മാത്രമാണ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് പല വിദ്യാർത്ഥികളും ഈ രീതിയിൽ ഹയർ സെക്കൻഡറിയിൽ നിന്നും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫർ ഉണ്ടോ ചോദിക്കാറുണ്ട്. അങ്ങനെ ട്രാൻസ്ഫർ ഉണ്ടാവുന്നതല്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്ക് മാത്രമേ ട്രാൻസ്ഫർ ഉണ്ടാവുള്ളൂ. അതായത് ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് മാത്രമാണ് ട്രാൻസ്ഫർ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഡ്മിഷനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി ഇപ്പോൾ നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റിന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കുക. ഹയർ സെക്കൻഡറി പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്ഷൻ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സും സ്കൂളും മാത്രമേ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താനായിട്ട് പാടുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.